പക്ഷെ ഞാൻ വിചാരിച്ചത് പണി പാളി കയ്യിന്ന് പോയി തീർച്ചയായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഡിസൈനാണ് ഇത്. തന്നെ കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒന്നല്ല 3 ബെന്നിനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ ഒരു ഒറ്റ ഡ്രസ്സിലുള്ള ഡൈയിങ് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ 1, 2, 3 ബെന്നിലാണ് നമ്മൾ ഒറ്റയടിക്ക് ഡൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ചോയ്സിൽ നിന്ന് നമ്മൾ ഓഫറിൽ 3 ബെന്നിന് 199 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഡൈ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ചേറെ വെള്ളം ആവശ്യമായതിനാൽ നമ്മൾ നമ്മുടെ അടുപ്പിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വെള്ളം അങ്ങനെ ചൂടാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ കളറുകളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റിലാണ് നമുക്ക് കളറ് കിട്ടുന്നത്. പല കളറുണ്ട്. അപ്പോൾ ഏതൊക്കെ വേണമെന്നൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ബെന്നി ഞാൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നല്ല പോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ബെന്നിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പാറ്റേൺ. അപ്പോൾ പ്യുവറായിട്ടുള്ള നല്ല കോട്ടൺ ബെന്നിയനാണ്. 3 വൈറ്റാണ് നമ്മൾ എടുത്താക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഫാബ്രിക് ഡൈയുടെ പാക്കറ്റ് കണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ. അടുത്തുള്ള ഷോപ്പിൽ നിന്നിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി പേരുള്ള ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫാബ്രിക് ഡൈ വെച്ചിട്ട് പിന്നീട് വീഡിയോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ചുരുട്ടിയെടുത്തതിന് ശേഷം നല്ലൊരു കയർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ബെന്നിന് വിജയകരമായിട്ട് നമ്മൾ പാറ്റേണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ പാറ്റേൺ സെറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ബെന്നിൽ ഇതേപോലെ നല്ല നീളമുള്ള ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗം മുതൽ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ അതൊന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ 2 അറ്റഭാഗത്തു നിന്നും വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ 2 അറ്റഭാഗവും നടുക്ക് ഭാഗത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നന്നായിട്ടൊന്ന് ചുരുങ്ങിയിരിക്കും നമ്മുടെ ബെന്നിൻ. ആ ചുരുക്കം തന്നെ നമ്മുടെ കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ചുരുങ്ങി കിടക്കുന്നതാണ് നമുക്ക് ഡിസൈനായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബെന്നിൻ്റെ പാറ്റേൺ നമ്മൾ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതുള്ളതാണ് മൂന്നാമത്തെ ബെന്നിന്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ചെടിച്ചട്ടിയിൽ നിന്ന് കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കല്ലുകൾ നമ്മുടെ ബെന്നിൽ ഇങ്ങനെ നിവർത്തി വെക്കുക. അപ്പോൾ ആ ബെന്നിൻ്റെ മൊത്തം ഭാഗത്തായിട്ട് നമ്മൾ കല്ലുകൾ വെക്കുന്നില്ല. സെൻറ്റർ ഭാഗത്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ട് അങ്ങും ഇങ്ങുമായിട്ട് ഒരു 4-5 കല്ലുകളാണ് വെക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ആ കല്ലുകളൊന്ന് നമ്മുടെ ബെന്നിനുമായിട്ട് ചുറ്റി ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ബെന്നിൻ്റെ ഒരു മൂലയിൽ നിന്നിട്ട് മറ്റൊരു മൂലയിലോട്ട് ഇതേപോലെ മടക്കി എടുക്കുക. അതായത് ഡയഗണലായിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് മടക്കി വെക്കുക. ആ നടുക്കത്തെ കല്ല് ഉൾപ്പെടെ വരുന്ന പാറ്റേൺ ആയിരിക്കണം വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുക്കുക. പിന്നെ അറ്റഭാഗം ഒന്ന് വളച്ചിട്ട് നന്നായിട്ട് അതിനെ ഇതേപോലെ ടൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ 3 പാറ്റേണും സെറ്റായിട്ടുണ്ട്. പാറ്റേണൊക്കെ ചെയ്യുമ്പോഴും കറക്റ്റ് പെർഫെക്ഷൻ വരുമോ എന്ന് അറിഞ്ഞുകൂടെ. എവിടേക്കോ എന്തൊക്കെയോ പാളിയിട്ടുണ്ട്. ആ ചുരുട്ടി എടുക്കുന്ന ഭാഗം നല്ല രീതിക്ക് വൃത്തിയായിട്ട് വന്നാലേ നമുക്ക് ആ എക്സാക്റ്റ് പാറ്റേണൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ കളർ കയറി നമ്മുടെ പാറ്റേൺ നമുക്ക് അതേപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ പാറ്റേൺ ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് അടുപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം കൊണ്ടുവരിക. ചൂടുവെള്ളം ഇതേപോലെ ഒരു 3-4 പാത്രത്തിലോട്ട് നമ്മളിങ്ങനെ പകർത്തുന്നുണ്ട്. ഓൾറെഡി 3 പാത്രത്തിലോട്ട് ചെയ്തു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഇരിക്കട്ടെ. ഒന്നാമത്തെ പാത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫാബ്രിക് ഡൈ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നമ്മൾ ആ വെള്ളത്തിൽ കളക്കിയാക്കുന്നത്. അപ്പോൾ ബ്ലൂ ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ അടുത്തയിൽ കൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലൂവും ബ്ലാക്കുമായി ഇനി മൂന്നാമത്തതിൽ കൊടുക്കാൻ പോകുന്നത് ബ്രൗൺ ആണ്. അത് ബ്രൗൺ ആണോ റെഡ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അതിനകത്തിൽ പേരൊന്നുമില്ല. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാക്കറ്റ് ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ അത് ബ്രൗൺ ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ കൊടുത്താക്കുന്നത് നല്ലൊരു നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു റോസ് ഷെയ്ഡാണ് കിട്ടിയാക്കുന്നത്. അപ്പോൾ ഇത്രയും ഫാബ്രിക് ഡൈ ആണ് നമ്മൾ 4 പാത്രത്തിലായിട്ട് ഇതേപോലെ പകർന്നാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കൊടുക്കുന്നത് 2 സ്പൂൺ ഉപ്പ് വെച്ചിട്ട് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഒന്നാമത്തതിൽ നമ്മൾ ചെയ്യുന്ന ബെന്നിയിൽ ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ബ്ലാക്ക് കളറിലെ ഫാബ്രിക് ഡൈ കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നീട് രണ്ടാമത്തെ ബെന്നിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ റോസ് കളർ മൊത്തത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കമ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത പാറ്റേണിനകത്തിൽ റോസ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആദ്യം മുക്കി വെച്ചിരുന്ന ആ ഒരു ബ്ലാക്ക് ഭാഗം, ഒരു ഭാഗത്ത് ബ്ലാക്ക് കൊടുത്തല്ലോ, അതിൻ്റെ മറുഭാഗത്തായിട്ട് ഇതേപോലെ ബ്രൗൺ കൊടുത്തു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ബെന്നിയിൽ നമ്മൾ 2 ഷെയ്ഡ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ബെന്നിയിൽ നമ്മൾ മൊത്തത്തിൽ ബ്ലൂ ആണ് കൊടുത്തത്. ആ കല്ലൊക്കെ വെച്ച് കെട്ടിയ ആ ഒരു പാറ്റേൺ വരുന്ന ബെന്നിയിൽ നമ്മൾ ബ്ലൂ ആണ് കൊടുത്തത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കളറൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്.
പിന്നെ ഞാനൊന്ന് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഒന്ന് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ഒന്നാമത്തെ ബെന്നിലെ ബ്ലൂ കൊടുത്തേക്കുന്നതാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ കല്ലൊക്കെ കെട്ടിയതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് അഴിച്ച് കളഞ്ഞതിന് ശേഷം തന്നെ കല്ല് കെട്ടിയ ഭാഗത്ത് ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഡിസൈൻ. മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമുള്ളൊരു കളറായിരുന്നു, നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് വന്ന കൂട്ടത്തിൽ കളർ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഡിസൈനാണ്. അടുത്തതെന്ന് പറയുന്നത് ദേ ഇതാണ് പാറ്റേൺ. ഇതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. വെറും 10 രൂപയുടെ ഫാബ്രിക് ഡൈ കൊണ്ടിട്ട് വെറും ആ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബെന്ന് ഇത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും വെറും 199 രൂപയുടെ സാധനം ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് 199 രൂപയ്ക്ക് ഈ 3 കിട്ടുമെന്നുള്ളത് സംശയം കേട്ടോ. ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ കമ്പ് ഉപയോഗിച്ച് ചെയ്ത്, ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണെന്ന് എനിക്ക് തോന്നി. വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ആ പാറ്റേൺ വരുന്ന സമയത്ത് ആ ബെന്നിനുണ്ടാകുന്ന ആ ഞൊറിവുകൾ, ആ ഒരു ഡിസൈന് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലതാനും, അത് ചുറ്റിയിട്ട് സെൻറ്ററിലോട്ടൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ 3ൻ്റെയും നമുക്ക് കിട്ടിയേക്കുന്ന ഔട്ട്പുട്ട്. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക് ഡൈ പാറ്റേൺസ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.